ഹലോ മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേടിയുണ്ടോ? അതായത് സാർ +1 കെമിസ്ട്രി പരീക്ഷ ഞങ്ങളെ കുഴപ്പിച്ചു, ബുദ്ധിമുട്ടിച്ചു. +1 ഫിസിക്സും അങ്ങനെ ആവുമ്പോൾ നല്ല പേടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ ആദ്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ പരിഹാരം നമ്മൾ ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണമുണ്ട്. കാരണം എന്താണ്? ഇത് പരീക്ഷയുടെ തലേന്നിട്ടൊരു കാര്യമില്ല. കാരണം ഒരു സാധനം ഞങ്ങൾക്ക് തരാൻ പോവാണ്. വെറുതെ ടിപ്സ് പറഞ്ഞിട്ട് പോവല്ല ചെയ്യുക. ഒരു സാധനം തന്നിട്ട് നിങ്ങളോട് പണിയെടുക്കാൻ പറയും. അത് പണിയെടുക്കുന്നവർക്ക് പരീക്ഷ ടഫായി വന്നാൽ ഈ ഒരു സാധനം നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളെ രക്ഷിച്ചേക്കാം. എന്താണ് സാധനം? വളരെ സിമ്പിളാണ്. നമ്മൾ ഈ വർഷത്തെ +1 ഫിസിക്സിൻ്റെ ക്രിസ്മസ് പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, കുറേ കുട്ടികൾക്ക് കുറേ ചോദ്യങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ന്യൂമറിക്കൽസൊക്കെ നിങ്ങൾ ഇന്നേ വരെ ചെയ്യാത്ത കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ അന്ന് രാവിലെയും വൈകുന്നേരവുമായിട്ടുള്ള ലൈവിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ആകെ ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെ കുഴപ്പിച്ചത്. അത് എക്സാമിനറിൻ്റെ ലൈവ് ഫോളോ ചെയ്ത് കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ എന്താണ് വ്യത്യാസം? എന്താണ് ഈ കുഴപ്പിച്ച ചോദ്യങ്ങളുടെ പ്രത്യേകത? നമ്മൾ ആ കുഴപ്പിച്ച ചോദ്യങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് പറ്റിയത് എൻ്റെ ബുദ്ധി കൊണ്ടൊന്നല്ല. ആ ടഫായിട്ട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒന്നെങ്കിൽ എക്സാമ്പിൾ ചോദ്യമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള എക്സസൈസ് ചോദ്യമായിരുന്നു. ക്രിസ്മസ് എക്സാമിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച എല്ലാ ചോദ്യങ്ങളും ഒന്നെങ്കിൽ ഇവിടുന്ന് അല്ല ഇവിടുന്നായിരുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പരീക്ഷ ടഫായിട്ട് വരികയാണ്, ഇങ്ങനെ തന്നെ ആയിരിക്കും വരാമെന്ന്. കൊണ്ടുകൊണ്ട് ഞാൻ ലൈവിൽ ഡിസ്കസ് ചെയ്തു. പഠിച്ചവർക്ക് അത് അതേപോലെ വന്നിട്ടുണ്ട്. നമ്പർ പോലും മാറ്റാണ്ടാണ് വന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇനി സാർ അപ്പം പബ്ലിക് എക്സാമിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. +1 ഫിസിക്സ് പബ്ലിക് എക്സാം ടഫാണെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. 100% എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ റീസണബിൾ ആയിട്ട് ഒരു 90% പ്രോബിലിറ്റിയോടെ നമുക്ക് പറയാൻ പറ്റും അതിങ്ങനെ തന്നെ ആയിരിക്കുന്നു. കാരണം എന്താണ്? ഈ ക്രിസ്മസ് എക്സാമും ഈ മോഡൽ എക്സാമും ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് പബ്ലിക് എക്സാം സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അല്ലെ സെയിം പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് അവരിത് സെറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ ടഫായിട്ട് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത എന്താണ്? ആ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടുന്ന് വരാനാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. മിക്ക കുട്ടികളും എനിക്ക് ഉറപ്പാണ്, 95% കുട്ടികളും ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ആകെ ചെയ്തിട്ടുള്ള എനിക്ക് അറിയുന്നത് നമ്മുടെ ബാച്ചിൽ പഠിച്ച കുട്ടികൾ ചലഞ്ചർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത കുട്ടികളാണ് ഇത് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ബാച്ചിൽ +1 അഗ്നി ബാച്ചിൽ ആദ്യം മുതൽ പഠിക്കുന്നവരാണ് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ചോദ്യങ്ങളാണ്. അവർക്ക് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം, നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ പോലും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു PDF ഞാൻ കാണിക്കും. ആ PDF ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതിൽ ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള NCERT എക്സാമ്പിൾസും എക്സസൈസും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെയ്തു പോയിക്കോ. ഓക്കെ, അതൊന്ന് ചെയ്തു പോയിക്കോ. വരികയാണ് ലോട്ടറി ആയിരിക്കും. നമ്പറും സെയിം ആയിട്ടായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ക്രിസ്മസ് എക്സാമിൽ നമ്മൾ കണ്ടത് പ്രകാരവും പിന്നെ പ്രീവിയസ് ഇയറിലൊക്കെ ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ നമ്പറൊക്കെ സെയിം ആയിട്ട് വരണം. നമ്മുടെ സെയിം ആവണം നിർബന്ധമൊന്നുമില്ല നമുക്ക്. ആയാലും അതിലും വിഷയമായിരുമല്ലോ. അത് പഠിച്ചു കൊണ്ട് പോയേക്കും. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളിലെ ചോദ്യം, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലുള്ള ചോദ്യം, ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റിൻ്റെ തിയറിയുടെ ഇടയിൽ കാണുന്ന ചോദ്യം, അതിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അത് ബൈ ഹാർട്ട് പഠിക്കുക എങ്ങനെ വേണം ചെയ്ത്, വിഷ്വലായിരുന്നില്ല. എക്സസൈസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ഒരു ചാപ്റ്ററിന് കഴിഞ്ഞിട്ട് തിയറി കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസറും ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും. ഓക്കെ, റെഡി? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പറൊന്നും ഇതിൽ കൊടുത്തില്ല. ഏതാണ് ക്വസ്റ്റ്യൻ ഫുള്ള് കൊടുത്തിട്ടില്ല, അതിന് ആവശ്യമില്ല. +1 കുട്ടികളല്ലേ, കുഞ്ഞു കുട്ടികളൊന്നുമല്ല. ഓരോ ചാപ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. എല്ലാ എക്സസൈസും എല്ലാ എക്സാമ്പിൾസും ഇതിൽ കൊടുത്തിട്ടില്ല. വരാൻ സാധ്യതയുള്ളത് മാത്രം സെലക്ട് ചെയ്താണ് കൊടുത്തത്. കാരണം എല്ലാം ചെയ്യൽ പോസിബിൾ അല്ല, എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചില ക്വസ്റ്റൻസ് ഒക്കെ ഭയങ്കര ലെവൽ കൂടി ക്വസ്റ്റൻസ് ആണ്. ചില ക്വസ്റ്റൻസ് IIT JEE ലെവൽ ക്വസ്റ്റൻസ് ആണ്, ചില ക്വസ്റ്റൻസ് നീറ്റ് ലെവൽ ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ അതൊന്നും നമ്മൾ ആലോചിക്കുക പോലും വേണ്ട, ഒരിക്കലും വരാൻ പോകുന്നില്ല 100%. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ ചാപ്റ്ററിനെ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാവും. അത് പേടിയുണ്ടാവാൻ 2 കാരണമായിരിക്കും. ഒന്ന്, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പഠിക്കാത്ത കുട്ടി ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷാ പേപ്പർ അത്ര ടഫായി വന്നാലും ടഫായിട്ടുള്ള ചോദ്യങ്ങൾ മാക്സിമം പോയാൽ 20-30% ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും ഫിസിക്സിന് എവിടെ നിന്നാണ് വരാൻ പോകുന്നത്? ഡെറിവേഷൻസ് നിന്നാണ് വരാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് വാട്ട് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ, ആംഗുലർ മൊമെൻറ്റം, അങ്ങനത്തെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ആ 70% നിങ്ങൾ പഠിക്കാതെ ഇതിൻ്റെ പുറകെ 20% ചെയ്യിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആദ്യം ആ ബേസിക്സ് ക്ലിയർ ആക്കി, 70% ക്ലിയർ ആക്കി. എവിടെ നിന്നാണ്? 10+10 20 hours ലൈവിൻ്റെ ഓൾറെഡി കിടപ്പുണ്ട്.
അത് പോയി കണ്ട് സെറ്റാക്കുക. എന്നിട്ട് നിങ്ങളിത് ചെയ്യാം. മനസ്സിലായില്ലേ? ഓൾറെഡി അത് പഠിച്ച് എല്ലാം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. പരീക്ഷ ടഫായി വന്നാലും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പിന്നെ പരീക്ഷ കഴിഞ്ഞതൊക്കെ പറയാൻ പറ്റുള്ളൂ കറക്റ്റാണോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷേ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ കുറേ നീറ്റിൻ്റെ PY എടുത്തിട്ടോ അല്ലെങ്കിൽ JEE PY എടുത്തിട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? അതിന് തീരെ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പറയാം. അപ്പോൾ ചാൻസ് ഉള്ളത് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് പഠിക്കാമെന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓൾറെഡി അത്യാവശ്യം ബേസിക്സ് സെറ്റാക്കിയവർ മാത്രം ഇത് ചെയ്യാൻ പോയാൽ മതി. അല്ലാത്തവർ അത് ചെയ്യാൻ വേണ്ടി നോക്കുക. ബേസിക് സെറ്റാക്കുക. കാരണം 70% എങ്ങനെ നോക്കിയാൽ അങ്ങനെ വരുള്ളൂ. പരീക്ഷ ഈസി ആണെങ്കിൽ 90% ബേസിക്സിന് വരുള്ളൂ. ഇതൊന്നും ഒന്നും പോലും ചിലപ്പോൾ വരണമെന്നില്ല. വ്യത്യാസം മനസ്സിലാകുന്നില്ലേ? അപ്പോൾ അവർ ബുദ്ധിപരമായിട്ട് വേണം അത് അപ്രോച്ച് ചെയ്യാൻ. അല്ലാണ്ട് ഒരു PDF കിട്ടി വെച്ചിട്ട് ഫുൾ അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ? അപ്പോൾ ആ ബുദ്ധിപരമായിട്ട് ചെയ്താൽ ഒരു പക്ഷേ പരീക്ഷ ടഫാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്കും 98% സ്കോർ ചെയ്യാൻ പറ്റേണ്ടതാണ് ആണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. ബൈ ബൈ. ടേക്ക് കെയർ. അടുത്ത വീട്ടിൽ കാണാം.